സരികേട്ട പറയടാ 2000 രൂപ കുറവാണല്ലോ. ഇവൻ വന്നപ്പോൾ ഷാരടി വന്നിട്ട് നീ എണ്ണിയില്ലേ? എണ്ണി, സത്യം പറഞ്ഞ എണ്ണിയില്ലേ? കിടന്നുറങ്ങി ഒരു കള്ളൻ വന്നു, ഞങ്ങളുടെയൊക്കെ പൈസയും അതും ഇതൊക്കെ എടുത്ത് ലാസ്റ്റ് എൻ്റെ മാലയിൽ പിടിച്ചപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു. സുധിയായിട്ടുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല നല്ല ഓർമ്മകളായിരുന്നു. സുധി ഇപ്പോഴും ലൈവായിട്ട് എന്ത് തന്നെയാണ്. നമുക്ക് ഒരിക്കലും അവൻ പോയിന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ABC മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലെ പറവൂരിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മലയാളികൾക്കെല്ലാം ഇഷ്ടമുള്ള ഒരു കലാകാരനെ പരിചയപ്പെടാനാണ് നമ്മളിന്ന് ഇവിടെത്തിയത്. അത് വേറെ ആരുമല്ല, രാജേഷ് പറവൂർ. നമസ്കാരം. അപ്പോൾ രാജേഷ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അപ്പോൾ രാജേഷിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ചേട്ടൻ, മലയാളികൾ ആഘോഷിച്ചൊരു കോംബോ ഉണ്ട്. അതായത് ചേട്ടൻ, സുധിച്ചേട്ടൻ, പാഷാണം ഷജി എന്നറിയപ്പെടുന്ന സാജു ചേട്ടൻ ഒക്കെ നിങ്ങളുടെ ഒരു കോംബോ ഉണ്ടായിരുന്നു. കുറേ നാൾ കേരളത്തിൽ വൈറലായിരുന്നു. നിങ്ങളുടെ സ്കിറ്റുകളെല്ലാം ചെയ്ത് കോമഡി ഫെസ്റ്റിവലിൽ അല്ലേ ചെയ്ത്. അപ്പോൾ ആ ഒരു കോംബോ കുറേ നാൾ മലയാളികൾ ആഘോഷിച്ചൊരു കോംബോ ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കോംബോ നിങ്ങൾ അങ്ങനെ ഒരു ഒത്തുചേരലുണ്ടായത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ മഴവിൽ മനോരമയിലൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. സീസൺ 1. അതിനകത്തേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ചതാണ്. ഞാനും സാജുവായിട്ട് ഞങ്ങൾ അതിന് മുമ്പേ കണക്ഷൻ ഉണ്ടായിരുന്നു. കൊച്ചിൻ നവോദയയിൽ ഞാൻ മനോജ് ഗിന്നസിൻ്റെ കൂടെ ആ ട്രൂപ്പിൽ വരുമ്പോഴാണ് ഞാൻ സാജുവിനെ അവിടെ വെച്ചിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഒരു 13-15 വർഷത്തോളം സാജു ഞാനായിട്ടുള്ള ബന്ധം. അപ്പം ഞങ്ങളിങ്ങനെ ഒരുമിച്ച് നിന്നപ്പോഴാണ് സാജു ഇങ്ങനെ മഴവിൽ മനോരമയിൽ ഒരു റിയാലിറ്റി ഷോ തുടങ്ങുന്നുണ്ട്, പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ താല്പര്യമില്ലടാ, നീ പോയിക്കോ. അപ്പോൾ അവൻ പറഞ്ഞു പോരുത്, വരണം, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ സാജു പറഞ്ഞു എന്തായാലും ഞാൻ പോകാൻ പോയെന്ന് പറഞ്ഞു. അവിടെ നിന്ന് മഴവിൽ മനോരമയിൽ ഗ്രൂമേഴ്സ് കൊടുത്തതാണ് സുധിനെ, സുധിനെ ജിഷോ എന്ന് പറഞ്ഞ ഒരു പുള്ളിനെ. പിന്നെ മത്സരം ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ കടുത്ത് വന്നപ്പോൾ സാജു എന്നോട് പറഞ്ഞു, എടോ താമ്പാ, ഇവിടെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെന്ന് 1-2 ഷെഡ്യൂൾ കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ പിന്നെ ഒരു മത്സരത്തിലേക്ക് നമ്മളങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്കും വാശിയായി, നല്ല നല്ല കണ്ടൻറ്റുകൾ കൊണ്ടുവരണം. പിന്നെ അതൊരു മത്സരമാണല്ലോ, മത്സരിക്കണം. ഒരു മത്സരത്തിൻ്റെ ഒരു വാശിയൊക്കെ തലക്ക് പിടിച്ചപ്പോൾ നമ്മളും കുത്തിയിരുന്ന് പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കുറേ സ്കിറ്റുകൾ. അതെ, ശരിക്കും സ്കിറ്റുകൾക്ക് ഇങ്ങനത്തെ ഒരു സിനിമ, ഇങ്ങനത്തെ ഒരു രീതി കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഒരു വീട്ടിൽ നടക്കുന്ന നാച്ചുറലായിട്ടുള്ള പരിപാടികൾ അങ്ങനെ കൊണ്ടുവന്നത് നമ്മളാണ്. നാട്ടിൻപുറത്ത് കുറേ നാച്ചുറലുകളായിട്ടുള്ള കുറേ പരിപാടികൾ, കുറേ നാച്ചുറൽ ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് വളരെ ലൈവായിട്ട് തന്നെ അതങ്ങനെ കൊണ്ടുപോയപ്പോൾ അത് ഭയങ്കര ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പല കഥാപാത്രങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ സുധിച്ചേട്ടനൊക്കെ ചെയ്ത ഒരു ലേഡി, ഒരു പ്രായമായിട്ടുള്ള അമ്മയുടെ ക്യാരക്ടർ വെച്ചിട്ടുള്ള സംഭവം, അതൊക്കെ ഫൈനൽ സ്കിറ്റ് ഇപ്പോഴും യൂട്യൂബിലൊക്കെ അത് വൈറലാണ് സംഭവം. ഈ ഒരു സമയത്ത് ഇപ്പം സുധിച്ചേട്ടൻ നമ്മളിപ്പോൾ ഇല്ല. അപ്പം ഈ ഒരു സമയത്ത് എങ്ങനെയാണ് നമ്മുടെ സുധിച്ചേട്ടനായിട്ടുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നത്? സുധിയായിട്ടുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല നല്ല ഓർമ്മകളായിരുന്നു. മോശമായ ഓർമ്മകളൊന്നുമില്ല. വളരെ ഞങ്ങളൊക്കെ ഒരു ഫാമിലി പോലെയായിരുന്നു. ഈ കോമഡി ഫെസ്റ്റിവൽ ആണെങ്കിലുമൊക്കെ മത്സരങ്ങളായപ്പോഴും ഞങ്ങളൊക്കെ ഫാമിലിയായിട്ട് വരെ ഭയങ്കര എല്ലാവരുടെയും ഫാമിലിയായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു. അവരെല്ലാവരും കൂടെ വരും, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി സാജുവിൻ്റെ വീട്ടിൽ പോവും, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഔട്ടിങ് ടൂറ് പോവും ഫാമിലിയായിട്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ബന്ധമായിരുന്നു അത്. എൻ്റെ ഫാമിലിയായിട്ടൊക്കെ നല്ല ബന്ധത്തിലായിരുന്നു. സുധിയുടെ നഷ്ടം വലിയൊരു നഷ്ടം തന്നെയാണ്. അവനിപ്പോഴും പോയി എന്ന് പറയാനായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സത്യമാണ്. അതവൻ്റെ ക്യാരക്ടറിൻ്റെ ഉണ്ടത്. സുധി ഇപ്പോഴും ലൈവായിട്ട് എന്ത് തന്നെയാണ്. നമുക്ക് ഒരിക്കലും അവൻ പോയിന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇപ്പം നിരവധി ഇപ്പം പ്രശസ്തരായിട്ടുള്ള നിരവധി ആർട്ടിസ്റ്റുകളോട് എല്ലാം ചേട്ടൻ സ്റ്റേജ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ആദ്യം ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ആ ഒരു രീതി കളിക്കുന്ന ആരുടെ കൂടെ ആയിരുന്നു? ഒരു 10-30 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. അന്ന് തുടങ്ങിയ ഒത്തിരി പേരോട് ആ ടൈമിലുള്ള ആദ്യം കളിച്ച അന്ന് പിഷാരടി, ബിജുക്കുട്ടൻ, അങ്ങനെ കുറേ പേര്. രമേശ് ഫസ്റ്റ് വരുന്നതാണ് ഇൻ്റർവ്യൂവിന് വന്നിട്ട്. അവരെ തിരഞ്ഞെടുക്കാനെന്ന കാര്യമുണ്ട്. അന്ന് നിറം സിനിമ ഇറങ്ങി ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പേപ്പറിൽ പരസ്യം കൊടുത്തു, ഇങ്ങനെ എനിക്ക് പുതിയ എൻ്റെ ട്രൂപ്പിലേക്ക് ആളാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ വെച്ച് ഞാനൊന്നും ഒന്നുണ്ടായില്ല. അപ്പോൾ പുള്ളിക്കാരനൊരു സുഹൃത്തും കൂടി ഇൻ്റർവ്യൂ ചെയ്യാനിരുന്നത്. അപ്പോൾ ഇവൻ വന്നപ്പോൾ ഷാരടി വന്നിട്ട്
ആകെ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്തുള്ളൂ, അത് ബോബനാലമ്മൂടൻ്റെ സൗണ്ട്. സലികുമാറിന് കേട്ടിട്ട് പോലുമില്ല, കാരണം ബോബനാലമ്മൂടൻ്റെ സൗണ്ട്. അപ്പോൾ ഇവനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടെ ഇരുന്ന കൂട്ടുകാരനോട് ചോദിച്ചു എങ്ങനെയുണ്ടാ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട്, കറക്റ്റാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവനെ സെലക്ട് ചെയ്ത് പിന്നെ ഇവൻ ഓളിൻ്റെ ഓളാണ്, ഭയങ്കര ആഗ്രഹമാണ് പുള്ളിക്ക്. അങ്ങനെ പുള്ളിനെ മാനേജരാക്കി ആദ്യമായിട്ട്. അപ്പോൾ ഓണത്തിന് ഒരു ഫസ്റ്റ് പ്രോഗ്രാം, അതിനുശേഷമാണ് ഞാനൊക്കെ വന്ന് ക്യാമ്പൊക്കെ വന്ന് റിഹേഴ്സലൊക്കെ ആയി. ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ പൈസ കൊണ്ട് തന്നു. അപ്പോൾ ഇവനെന്നെ പറഞ്ഞു ചേട്ടാ ഒന്ന് വായട്ടാന്ന് പറഞ്ഞു. ഞാനും കൂടെ ചെന്നു. അപ്പോൾ അവർ അന്ന് 10-ൻ്റെ 50-ൻ്റെ കെട്ടുകളായിട്ടാണ് പൈസ തന്നത്. ഈ പാവപ്പെട്ടവനിരുന്ന് എണ്ണി ഇവന് ലാസ്റ്റ് മതിയായി. ലാസ്റ്റ് ഇവൻ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. ഫുള്ളായിട്ട് എണ്ണിയില്ല. ഇവിടെ വന്നപ്പോൾ 2000 രൂപ കുറവായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ. അന്നൊക്കെ 2000 രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-30 വർഷം മുമ്പ് 2000 രൂപ കുറവായിരുന്നു. സരിവേട്ടൻ പറഞ്ഞു എടാ 2000 രൂപ കുറവാണല്ലോ. അവൻ പറഞ്ഞു നീ എണ്ണിയില്ലേ? സത്യം പറ നീ എണ്ണിയില്ലേ? മുഴുവൻ എണ്ണിയില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് തെറിച്ചതല്ല. അപ്പോൾ എന്നിട്ട് അവൻ തന്നെ പറഞ്ഞു എന്നെ കൊണ്ട് ഞാൻ പെട്ടെന്ന് വെപ്രാളപ്പെട്ടു പോയി, ഇങ്ങനെ അവരൊക്കെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സലീമേട്ടൻ പറഞ്ഞ ഒരു പണി നീ ചെയ്യാൻ പറഞ്ഞിട്ട് എൻ്റെ തലയിലേക്ക് വന്നതാണ്. അങ്ങനെയാണ് ഞാൻ പിന്നെ എൻ്റെ മാനേജരാവുന്നത്. അതുപോലെ തന്നെ രസകരമായിട്ടുള്ള വേറൊരു കഥയും കൂടെ ഉണ്ട്. അതായത് ചേട്ടൻ ഈ പരിപാടിയൊക്കെ കളിച്ച് ആദ്യമായിട്ട് കിട്ടിയ സമ്പാദ്യം കൊണ്ട് ഒരു സ്വർണ്ണമാല മേടിച്ചായിരുന്നു. ആ സ്വർണ്ണമാല മോഷണം പോയൊരു കഥയും കൂടെ ഉണ്ട്. അത് ഇവിടുത്തെ കഴിഞ്ഞ് പിന്നെ ഞാൻ കൊച്ചിൻ രസികയിലേക്ക് പോയി. കൊച്ചിൻ രസികയിൽ പ്രോഗ്രാം. അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പൈസയൊക്കെ ഇങ്ങനെ പോക്കറ്റിൽ എല്ലാവരുടെ കയ്യിലുണ്ട്. കഴിഞ്ഞിട്ട് ലാസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞ് അന്നൊന്നും വണ്ടിയൊന്നുമില്ലല്ലോ. പ്രോഗ്രാം കഴിഞ്ഞ് അവിടെ രസിയുടെ ഓഫീസിലൊന്ന് കിടന്നുറങ്ങി നേരം വെളുത്ത് ഫസ്റ്റ് വണ്ടിക്കൊക്കെയാണ് വീട്ടിലേക്ക് പോരുന്നത്. അത് പെരുമ്പാവൂരാണെന്ന് രസിയുടെ. അപ്പോൾ അവിടെ ഓഫീസ് റൂമിൻ്റെ മുകളിൽ ഞങ്ങൾക്കായിട്ടൊരു റൂമുണ്ട്. അവിടെ കിടന്നുറങ്ങിയത്. ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു. എല്ലാവരും ഇത്രയും ദിവസമായിട്ട് ഉറക്കം നിൽക്കല്ലേ. കിടന്നുറങ്ങി. ഒരു കള്ളൻ വന്ന് ഞങ്ങളുടെയൊക്കെ പൈസയും അതും ഇതൊക്കെ എടുത്ത് ലാസ്റ്റ് എൻ്റെ മാലയിൽ പിടിച്ചപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു. എല്ലാം പോയി. എല്ലാം പോയി. അങ്ങനെ ഒരു സങ്കടത്തോടെ എന്നിട്ട് അതിൻ്റെ ഓർഡർ ഷായിച്ചിട്ടം വന്ന് എല്ലാവർക്കും 50 രൂപ ബസ് കാശ് നിന്ന് ആ കാശ് കൊണ്ടാണ് പോയത്. 10 ദിവസം നമ്മൾ നിന്ന് പണിയെടുത്ത കാശ് ഉറക്കം നിന്ന് പണിയെടുത്ത കാശൊക്കെ കള്ളൻ വിദഗ്ധമായിട്ട് 10 നിമിഷം കൊണ്ട് തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ രാജേട്ടാ നമുക്ക് ഇനി സിനിമയിലേക്ക് വരാം, സിനിമാ വിശേഷങ്ങളിലേക്ക് വരാം അല്ലേ. അപ്പോൾ ചേട്ടാ നമ്മുടെ ജിത്തു ജോസഫ് സാർ ദൃശ്യത്തിൻ്റെയൊക്കെ ഡയറക്ടറായിട്ടുള്ള ജിത്തു ജോസഫ് സാറിൻ്റെ ഒരു പ്രിയങ്കരനായ നടനാണെന്ന് തോന്നുന്നു അല്ലേ. നമ്മുടെ സത്യനന്ദിക്കാട് ഇന്നസെൻ്റ് ഏട്ടൻ്റെയും അതുപോലെ KPC ലളിത ചേച്ചിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ ജിത്തു ജോസഫ് സാർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു കലാകാരനാണെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം അവസാനം ഡയറക്റ്റ് ചെയ്ത കൂമൻ എന്ന പടം, അതുപോലെ പ്രൊഡ്യൂസ് ചെയ്ത നുണക്കുഴി, ഇതിലെല്ലാം ചേട്ടനുണ്ട്. കോവിഡ് ടൈം വന്നപ്പോഴേ കുറേ സംവിധായകർ സിനിമാക്കാരൊക്കെ അപ്പോഴാണ് നമ്മുടെ സ്കിറ്റുകളൊക്കെ എടുത്ത് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ചെയ്തിരുന്ന തകർപ്പൻ കോമഡി എന്ന് പറഞ്ഞ മഴവിൽ മനോരമയിൽ ഒരു പ്രോഗ്രാമിൽ കുറേ സ്കിറ്റുകൾ ചെയ്തിരുന്നു. അതിനകത്ത് ദൃശ്യം സ്പൂഫ് ഒരു സ്കിറ്റുണ്ട്. അത് ഭയങ്കര വൈറലായ സ്കിറ്റാണ്. ഞാൻ മറ്റേ CBI ആയിട്ട് വന്നിട്ട് ദൃശ്യത്തിൽ ഇവരെ ചോദ്യം ചെയ്യുന്നതൊക്കെ ഭയങ്കര സ്കിറ്റാണ്. ആ സ്കിറ്റ് കണ്ടിട്ട് സാറിന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ജിത്തു ജോസഫ് സാറ് അപ്പോൾ ദൃശ്യം 2ൻ്റെ പരിപാടിയിലാണ് പുള്ളി. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളെ 3 പേരെയാണ് സെലക്ട് ചെയ്തത്. അതായത് സുമേഷ് ചന്ദ്രൻ, അജിത് കൂത്താട്ടുകുളം, ഞാൻ. അവർക്ക് 2 പേർക്ക് നല്ല ക്യാരക്ടർ. കാരണം പുള്ളി അവരുടെ ഓരോരുത്തരുടെയും ബോഡി ലാംഗ്വേജും അവരുടെ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെയാണ് നോക്കിയത്. പ്രത്യേകിച്ച് കോമഡി ആർട്ടിസ്റ്റുകളെ പ്രത്യേകം വീക്ഷിക്കുന്ന ഒരു ഡയറക്ടർ. അതെ ജിത്തു സാറ്. അപ്പോൾ അവർക്ക് 2 പേർക്കും നല്ല റോളായിരുന്നു. അവരുടെ ലൈഫിൽ തന്നെ കരിയർ ബെസ്റ്റ് റോളാണ് അവർക്ക് 2 പേർക്കും കൊടുത്തത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് സാറല്ല വിളിച്ചത്. അപ്പം ഞാനിതൊന്നും അറിയുന്നില്ല. എന്നെ വിളിച്ചിട്ട് ദൃശ്യം 2ലേക്ക് ഒരു ചെറിയ വേഷമാണ്, 2 ദിവസത്തെ പരിപാടിയുള്ളൂ, ഒരു തഹസിൽദാരായിട്ട്. വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് നമ്മുടെ സിദ്ധു പനക്കിൽ, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പം ഞാൻ പറഞ്ഞു സിദ്ധു ചേട്ടാ എന്താണ് അങ്ങനെ പറയണത്, നമുക്കിത് ജിത്തു സാറിൻ്റെയൊക്കെ പടത്തിലൊരു ചെറിയ വേഷം കിട്ടുക എന്ന് പറഞ്ഞു വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ.
എന്തായാലും ഞാൻ വരും, അതും പ്രത്യേകിച്ച് ദൃശ്യം പോലത്തെ ഒരു സിനിമയിൽ എന്തായാലും ഞാൻ വരും. ഒരു ദിവസത്തെ പരിപാടിയുള്ളെങ്കിലും ഒരു നിസ്സാര പാസിങ് ഷോട്ടാണെങ്കിൽ ഞാൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ആ സമയത്തൊക്കെ കോവിഡ് ടൈമാണ്. ആദ്യം മൂവാറ്റുപുഴ, തൊടുപുഴയിൽ നിന്ന് ഷൂട്ടുകളുള്ളത്. മൂവാറ്റുപുഴയിൽ പോയിട്ട് ആദ്യം കോവിഡ് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളവിടെ ഒബ്സർവേഷനിൽ ഇരിക്കണം. പിറ്റേ ദിവസം അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. എന്നിട്ട് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പടത്തിലേക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പം നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് ദൈവമേ നെഗറ്റീവ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നത് അങ്ങനെ ഓക്കെ ആയി. അങ്ങനെ ഞാൻ ചെന്ന് അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ സാറെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാജേഷേ ചെറിയ വേഷമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതെ ഞാൻ അവരെ കൊണ്ട് വിളിപ്പിച്ചത്, ഒന്നും വിചാരിക്കരുതട്ട. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോഴാണ് ഞാൻ ഈ കഥയൊക്കെ അറിയണത്, സാർ ഇതൊക്കെ കണ്ടു എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, സാറേ അതിനെന്താണ്, എനിക്ക് വളരെ സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അഭിനയിച്ചു, സന്തോഷകരമായിട്ട് അഭിനയിച്ചു, തിരിച്ചു പോന്നു. അതിൻ്റെ റിലീസിങ് കഴിഞ്ഞ് ഒരു ചെറിയ വേഷമാണെങ്കിലും എന്നെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയ ആൾക്കാർ. ആ പടത്തിൽ കണ്ടല്ലോ, സാറിൻ്റെ പടത്തിലുണ്ടല്ലോ, ഇതാണ് മറിച്ചാണെന്നൊക്കെ വിളിച്ചപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഒരു ചെറിയ സീനാണെങ്കിൽ ആ സീനിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കിയിരുന്നത് ഭയങ്കരമാണ്. ഞാൻ സാറിനെ വിളിച്ചു, ഞാൻ വൈകിട്ട് വിളിച്ചത്, സാറേ ഞാൻ പടം കണ്ടു, ഒരു കുഞ്ഞ് സീനാണ് ഞാൻ ചെയ്തതെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമാണ്, ഒത്തിരി പേരെന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ആണല്ലേ, അപ്പോൾ ഇതിൽ ഇമ്പാക്റ്റുള്ളൊരു സാധനം ഞാൻ രാജേഷിന് തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ്, നമ്മുടെ ഒരു ആസിഫ് പടം വരുന്നുണ്ട്, അതിനകത്ത് ഒരു വേഷം അതിനകത്തൊരു ക്യാരക്ടർ തരാൻ തോന്നുന്നു. അപ്പോൾ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അതിനുശേഷം സാറിന് യാതൊരു വിവരമില്ല. അങ്ങനെ സാറ് പടം അനൗൺസ് ചെയ്തു, ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, അതും മോഹൻലാലിൻ്റെ പടമാണ്. ഞാൻ സാറിനെ വിളിച്ചു, സാറേ എന്നെ വിളിച്ചില്ലല്ലോ, എന്താണെന്ന് പറഞ്ഞ്, രാജേഷ് ഈ പടമല്ല, ഇത് 12th Man എന്ന് പറഞ്ഞ ഒരു പടമാണ്, അതിനകത്ത് കുറച്ച് പേരേ ഉള്ളൂ, നിസ്സാര ക്യാരക്ടേഴ്സേ ഉള്ളൂ, ഇതല്ല ആസിഫ് പടമാണ്, അവർക്ക് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ ഒരു വിവരമില്ല. അപ്പം ഞാൻ സാറ് നമ്മളെയൊക്കെ മറന്നു കാണുമെന്ന് കരുതി. അങ്ങനെ ഒരു ദിവസം സാറിൻ്റെ ഒരു മെസ്സേജ് വരികയാണ് വാട്സപ്പിൽ, രാജേഷേ നമ്മുടെ പടം ഓണായിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ പടത്തെ പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ചോളൂ കേട്ടോന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം കൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഡിക്സൺ ബുടുത്താസ് എന്നെ വിളിച്ച്, ഇങ്ങനെയാണ് പടം 10, 14, 15 ദിവസം 20 ദിവസം കണ്ട് 20 ദിവസത്തിനടുത്ത് ഡേറ്റ് ഉണ്ട് വരണമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ പോയി കൂമൻ എന്ന് പറഞ്ഞ ഒരു പടം ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തേക്കുന്ന സിനിമകളിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിയേക്കുന്നത് ആ ഒരു സിനിമയിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായികയുടെ അച്ഛനായിട്ട് ഒരു ഏജ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ മനോഹരൻ എന്ന് പറഞ്ഞിട്ട് ആ സിനിമയിൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ, ആ പടത്തിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ എത്തുമ്പോൾ ഞാനാണോ വില്ലൻ എന്ന് വരെയും ഇയാളാണോ ഇനി ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വരെയും തോന്നാവുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡൊക്കെ ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു, നല്ല ക്യാരക്ടറായിരുന്നു അത്. അങ്ങനെ ഒരു നല്ലൊരു ബന്ധമുണ്ട് സാറുമായിട്ട്. ഇപ്പം നിലവിലെ ഏത് സിനിമയിലാണ് അഭിനയിച്ചിരിക്കുന്നത്? ഇപ്പം ഞാൻ പിന്നാലെ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു പള്ളിയിലച്ഛൻ്റെ റോളാണ്. ഞാൻ സിനിമയിൽ പള്ളിയിലച്ഛനൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ താടി ഇങ്ങനെ വെച്ചേക്കുന്നത്, നരച്ച താടിയൊക്കെ വെച്ച്. ഞങ്ങൾക്ക് മനസ്സിലായില്ല. നോട്ട് ദ പോയിന്റ്, ഒരിക്കലും രാജേഷേട്ടന് പ്രായമായിട്ടുള്ളതല്ല, ഇത് രാജേഷേട്ടൻ്റെ ക്യാരക്ടറായിട്ടുള്ളതാണ്. അന്നേരം അധികം പ്രായമൊന്നുമില്ല അല്ലേ? ഭയങ്കര പ്രായമൊന്നുമില്ല. ഞാനൊരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റേത്. അപ്പം നമ്മളിങ്ങനെ ഒരു അറപ്പും മടിയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ മാറിയൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ നിന്നിട്ട് ഒരു കാര്യമില്ല, നമ്മൾ അതിൻ്റെ മുന്നിലേക്ക് തന്നെ ചെല്ലണം, നമ്മൾ പെർഫോം ചെയ്യണം, എന്നാലേ ജീവിതത്തിൽ മുന്നോട്ടേക്ക് ഒരു ഗുണം ഉണ്ടാവുള്ളൂ, ഭാവി ഉണ്ടാവുള്ളൂ എന്നൊക്കെ എൻ്റെ ജീവിതം. കാരണം നമുക്കൊന്നും ആരും ഒന്നും പഠിപ്പിച്ച് തന്നിട്ടില്ല. ഒരു ഗുരു എന്ന് പറയാനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. എല്ലാം നമ്മളിങ്ങനെ വീണും കേട്ടും അടി കൊണ്ടും കൊടുത്തും ഒക്കെ പഠിച്ച് വളർന്നേക്കണതാണ്. അത് ഒട്ടുമിക്ക, ഞാൻ മാത്രമല്ല കേട്ടോ, ഒട്ടുമിക്ക മിമിക്രിക്കാരും അങ്ങനെ തന്നെയാണ്. കലാകാരന്മാർക്ക് കഴിവും അതും ഇതും ഉണ്ടായിട്ട് കാര്യമില്ല, ഭാഗ്യവും കൂടി എല്ലാം കൂടി ഒത്തുചേരണം. തലവരെ എല്ലാം കൂടി ഒത്തുചേരുമ്പോഴേ അതൊക്കെ സംഭവിക്കുള്ളൂ. പ്രത്യേകിച്ച് ഒരു സിനിമയുടെ പുറകയിൽ എന്തോരം എഫേർട്ട് ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ 2.5 മണിക്കൂർ കൊണ്ട് അത് കണ്ട് വിലയിരുത്തിയിട്ട് പന്ന പടം അല്ലെങ്കിൽ പറയും കുഴപ്പമില്ല ആവറേജ്, അല്ലെങ്കിൽ പറയും അടിപൊളി പടം എന്ന് പറയും. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു സിനിമയായിട്ട് ഈ തിയേറ്ററിലേക്ക് വരാനായിട്ട് അതിൻ്റെ പിന്നിൽ എത്ര പേരുടെ എത്ര നാളത്തെ കഠിനാധ്വാനം കഷ്ടപ്പാടൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇറങ്ങിയപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ രാജേഷേട്ടാ, എല്ലാവിധ ആശംസകളും. താങ്ക് യു. അടിപൊളിയായിട്ട് പോകട്ടെ. ഇനിയും അടിപൊളി കുറേ സിനിമകളും നല്ല ക്യാരക്ടറുകളൊക്കെ കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.